എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലങ്കര കത്തോലിക്ക സഭയുടെ രോഗി ലേപന ശുശ്രൂഷയെ പറ്റിയാണ്. രോഗി ലേപന ശുശ്രൂഷ സഭയുടെ ആദ്യകാലം മുതൽ തന്നെ തുടർന്നു വരുന്ന സംഗതിയാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ ഇത് സമർത്ഥിക്കുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളിൽ ആരെങ്കിലും രോഗിയായിട്ടുണ്ടോ? എങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇനി നമുക്ക് ഒന്ന് നോക്കാം, ഈ കൂദാശ ഏത് ഘട്ടത്തിലാണ് നൽകേണ്ടതെന്ന് സഭ നിർദ്ദേശിക്കുന്നത്. രോഗമോ വാർദ്ധക്യമോ മൂലം മരണാവസ്ഥയിലായ ഒരു വ്യക്തിക്കാണ് സുഖപ്പെടുത്തലിന്റെ ഈ കൂദാശ നൽകാൻ സഭ നിർദ്ദേശിക്കുന്നത്. ഗൗരവാവഹമായ രോഗത്തിൽ ഉൾപ്പെടുന്ന ഏതവസരത്തിലും ഈ കൂദാശ സ്വീകരിക്കാവുന്നതാണ്. ഉചിതമായ സമയത്ത് ഈ കൂദാശ നൽകുന്നതിന് വൈദികരുടെ സഹായം തേടേണ്ടത് കുടുംബ അംഗങ്ങളുടെ അഥവാ ദൈവജനത്തിന്റെ കടമയാണ്. രോഗീലേപനമെന്ന കൂദാശ എന്താണ്, എന്തിനാണ്? പാപമോചനവും രോഗസൗഖ്യവും നൽകി നമ്മുടെ ആത്മശരീരങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന കൂദാശയാണ് രോഗീലേപനം. ഗൗരവമായ രോഗത്തിൽ രോഗിയുടെ ആത്മാവിന് നന്മയും ശരീരത്തിന് സൗഖ്യവും പ്രദാനം ചെയ്യുക എന്നതാണ് ഈ കൂദാശയുടെ ലക്ഷ്യം. നാം പറഞ്ഞു കഴിഞ്ഞു, പാപമോചനവും രോഗസൗഖ്യവും നൽകി നമ്മുടെ ആത്മശരീരങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന കൂദാശയാണ് രോഗീലേപനമെന്ന്. അപ്പോൾ ഒരു ചോദ്യം, പാപവും രോഗവും തമ്മിൽ ബന്ധമുണ്ടോ? പാപവും രോഗവും തമ്മിൽ ബന്ധമുണ്ടാകാം, എന്നാൽ എല്ലാ രോഗവും പാപത്തിന്റെ ഫലമല്ല. അതെ, പാപം മൂലം ആത്മാവിന്റെയും രോഗം മൂലം ശരീരത്തിന്റെയും ആരോഗ്യം നഷ്ടപ്പെടുന്നു എന്നത് വസ്തുതയാണ്. ഈ വസ്തുത വ്യക്തമാക്കുന്നതാണ് നമ്മുടെ പ്രതിദിന പ്രാർത്ഥന പുസ്തകം അഥവാ ശീമോ പുസ്തകത്തിലെ വരികൾ. രോഗിണിയായോരാത്മാവയ്യോ ചോദിച്ചിടുന്നു, പാപത്തിനു മുൻ ഉള്ളോരു കാന്തി ആരിനി നൽകിയിടും. മൃതരൂപിണിയാമാത്മാവേ നീ വന്നിടുക വേഗം, നാഥൻ കയ്യാൽ നിൻ സൗന്ദര്യം വീണ്ടും പ്രാപിക്കാം. ഈ കൂദാശയിലൂടെ ഒരു രോഗിക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ലഭ്യമാകുക? 1. രോഗീലേപനം എന്ന കൂദാശ ഒരു പ്രത്യേക കൃപാവരം പ്രദാനം ചെയ്യുന്നു. 2. രോഗിയെ ക്രിസ്തുവിന്റെ പീഡാനുഭവത്തോട് ഗാഢമായി ചേർക്കുന്നു. അത് അവന്റെയും സഭയുടെയും നന്മയ്ക്കായി ഭവിക്കുന്നു. 3. സമാശ്വാസം, സമാധാനം, ധൈര്യം എന്നിവ പ്രദാനം ചെയ്യുന്നു. 4. രോഗിക്ക് അനുതപിച്ച് കുമ്പസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ പാപങ്ങളുടെ മോചനവും ലഭിക്കുന്നു. 5. ദൈവഭവനത്തിലേക്കുള്ള കടന്നുപോകലിന് ഈ കൂദാശ രോഗിയെ ഒരുക്കുന്നു. രോഗവും കഷ്ടതയും നമ്മുടെ നന്മയ്ക്കായി ഭവിക്കണം. വ്യഥ പോലറിവോതിടുന്ന സദ്ഗുരുവോ മർത്യനു വേറെയില്ല തന്നെ എന്ന കവി പാടിയിരിക്കുന്നത്. രോഗവും കഷ്ടതയുമൊക്കെ ദൈവത്തെ കൂടുതൽ അടുത്തറിയുന്നതിനുള്ള അവസരങ്ങളാകണം. രോഗവും കഷ്ടതയുമൊക്കെ ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതാകണം. വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം നമുക്കൊന്ന് പരിശോധിക്കാം. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ
നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. മരിക്കുവാൻ തുടങ്ങുന്നവർക്ക് സഭ രോഗീലേപനത്തിനു പുറമെ യാത്രാഭോജനമായി അഥവാ തിരുപ്പാഥേയമായി ദിവ്യകാരുണ്യവും നൽകുന്നു. അങ്ങനെ കുമ്പസാരം, രോഗീലേപനം, തിരുപ്പാഥേയമായ ദിവ്യകാരുണ്യം ഇവ രോഗിക്ക് തന്റെ സ്വർഗീയ യാത്രയ്ക്കുള്ള കരുതലായ ശുശ്രൂഷകളായി, കൂദാശകളായി പരിണമിക്കുന്നു. പൗരോഹിത്യത്തിലേക്കുള്ള വിളി പോലെ പരമപ്രാധാന്യമുള്ള ഒരു ദൈവവിളി തന്നെയാണ് കുടുംബ ജീവിതത്തിലേക്കുള്ള വിളി. മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഒന്നാണ് വിവാഹ ജീവിതം. ഉൽപ്പത്തി 1:26 പറയുന്നത് പോലെ ദൈവം തന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്ന് പറഞ്ഞ് സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചു. അവരെ ഏദനിൽ പാർപ്പിച്ചുകൊണ്ട് ദൈവം ആദ്യത്തെ വിവാഹം ആശീർവദിച്ചു. വർദ്ധിച്ചു പെരുകുവാൻ അവരെ അനുഗ്രഹിച്ചു. പുതിയ നിയമത്തിൽ വിവാഹം ഒരു കൂദാശയാണ്. മാമോദിസ സ്വീകരിച്ച രണ്ട് വ്യക്തികൾ, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഉടമ്പടിയെ ഒരു കൂദാശയായി ഉയർത്തി. അതെ, ഇതൊരു ഉടമ്പടിയാണ്, ലംഘിക്കുവാൻ ദൈവം ആഗ്രഹിക്കാത്ത ഒരു ഉടമ്പടി. നിരുപാധിക സമർപ്പണം, സ്വയം ദാനം ഇവയിലൂടെ പൂർണ്ണമാകുന്ന ഉടമ്പടി. സ്ത്രീ പുരുഷ ബന്ധത്തിനും ഈ ഉടമ്പടിക്കും ഭീഷണിയാകുന്ന സംഗതികളാണ് ദമ്പതികളുടെ ഭിന്നത, അനൈക്യം, അതിശുദ്ധഭാവം, അവിശ്വസ്തത, അസൂയ, കലഹം എന്നിവ. അപ്പോൾ വിവാഹമെന്ന കൂദാശയെപ്പറ്റി അല്പം ആഴത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിശുദ്ധമായ ഒരു ഉടമ്പടിയാണ് വിവാഹം എന്ന കൂദാശ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ കൂദാശയിലൂടെ ലഭ്യമാകുന്ന കൃപാവരത്താൽ ഇരുവരും വിശുദ്ധീകരിക്കപ്പെടുന്നു. പരിശുദ്ധമായ സൃഷ്ടികർമ്മത്തിന് ദൈവത്തോട് സഹകരിക്കുവാനും പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ജീവിക്കുവാനും വിവാഹ ജീവിതത്തിലുണ്ടാകുന്ന സന്താനങ്ങളെ ദൈവത്തിന് പ്രീതികരമായ വിധം വളർത്തുവാനും ആവശ്യമായ കൃപാവരം നൽകുന്ന കൂദാശയാണ് വിവാഹം. വിവാഹം എന്ന ഈ കൂദാശയുടെ ലക്ഷ്യമെന്തായിരിക്കും? സ്ത്രീയും പുരുഷനും തമ്മിൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സൗഹൃദമുളവാക്കുന്ന വിവാഹ ഉടമ്പടി അതിന്റെ സ്വഭാവത്താൽ തന്നെ ദമ്പതികളുടെ നന്മയ്ക്കും സന്താനോൽപാദനത്തിനും അവരുടെ വളർച്ചയ്ക്കും വിദ്യാഭ്യാസത്തിനും ഉദ്ദേശിച്ചുള്ളതാണ്. വിവാഹമെന്ന കൂദാശയുടെ ഫലങ്ങൾ ഏവയാണ് എന്നറിയണ്ടേ? ദമ്പതികൾ തമ്മിൽ ശാശ്വതവും വിഭജിക്കാൻ പാടില്ലാത്തതുമായ ഒരു ബന്ധം ഈ കൂദാശ സംജാതമാക്കുന്നു. അവരുടെ സമ്മതത്തിന് ദൈവം അംഗീകാര മുദ്ര വയ്ക്കുന്നു. ദമ്പതികൾക്ക് അവരുടെ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നതിനും കുട്ടികളെ ഉത്തരവാദിത്വപൂർവ്വം ജനിപ്പിക്കുന്നതിനും അവരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതിനും ആവശ്യമായ എല്ലാ കൃപകളും നൽകുന്നു. വിവാഹ കൂദാശയുടെ മഹിമ എന്തിനാണ് അടങ്ങിയിരിക്കുന്നത്? പറുദീസയിൽ വെച്ച് ദൈവത്താൽ സ്ഥാപിക്കപ്പെടുകയും പുതിയ നിയമത്തിൽ ക്രിസ്തുവിനാൽ കൂദാശയായി ഉയർത്തപ്പെടുകയും ചെയ്തതിലാണ് വിവാഹത്തിന്റെ മഹിമ അടങ്ങിയിരിക്കുന്നത്. വിവാഹബന്ധം അവിഭാജ്യമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വിവാഹബന്ധം ദൈവിക പദ്ധതിയുടെ സാക്ഷാത്കാരമാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ സ്ഥാപിക്കുന്ന സ്നേഹത്തിന്റെ ഉടമ്പടിയെ ക്രിസ്തു ആശീർവദിച്ച് മുദ്രവെക്കുകയും അതൊരു കൂദാശയായി ഉയർത്തുകയും ചെയ്യുന്നു. അതോടെ അവർ രണ്ടല്ല, ഒറ്റ ശരീരമാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് വേർപെടുത്താൻ അധികാരമില്ല. മത്തായിയുടെ സുവിശേഷം 19:6. അതുകൊണ്ടാണ് വിവാഹബന്ധം അവിഭാജ്യമാണ് എന്ന് പറയുന്നത്. എന്തിന്റെ പ്രതിരൂപമായിട്ടാണ്
വിശുദ്ധ പൗലോസ് ലീഹ വിവാഹബന്ധത്തെ കാണുന്നത്? പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമായിട്ടാണ് പൗലോസ് ലീഗ വിവാഹബന്ധത്തെ കാണുന്നത്. വിവാഹമെന്ന കൂദാശയുടെ ഏറ്റവും കാതലായ ഭാഗം എന്താണ്? ദമ്പതികളുടെ പരസ്പര സ്വീകരണവും പരസ്പര സമർപ്പണവുമാണ് വിവാഹമെന്ന കൂദാശയുടെ ഏറ്റവും കാതലായ ഭാഗം. വിവാഹ ജീവിതം ആജീവനാന്തമുള്ള ഒരു ബലിയർപ്പണമാണെന്ന് പറയാൻ കാരണം എന്താണ്? ബലിയർപ്പണം എന്ന് പറഞ്ഞാൽ ഒരു ഹോമിക്കലാണ്, ത്യാഗമാണ്. വിവാഹബന്ധത്തിൽ ദമ്പതികൾ സ്വാർത്ഥതയെ ഹോമിച്ച് നിരുപാധികം ജീവിത പങ്കാളിക്ക് സ്വയം ദാനം ചെയ്യുന്നു. ശരീരവും ആത്മാവും സ്വാതന്ത്ര്യവും താൽപ്പര്യങ്ങളും സമയവും സൗകര്യവും ജീവിതം തന്നെയും അവർ മരണം വരെ പരസ്പരം സമർപ്പിക്കുന്നു. അതുകൊണ്ട് വിവാഹ ജീവിതം ആജീവനാന്തമുള്ള ഒരു ബലിയർപ്പണം തന്നെയാണ്. വിവാഹ ജീവിതത്തിൽ ചാരിത്രശുദ്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വിവാഹ ജീവിതത്തിൽ പരസ്പര സ്നേഹവും വിശ്വസ്തതയുമാണ് ചാരിത്രത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന ലൈംഗിക കഴിവുകളെ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ലക്ഷ്യത്തിനു വേണ്ടി മാത്രം വിനിയോഗിക്കുന്ന മനോഭാവത്തിനാണ് ചാരിത്രശുദ്ധി എന്ന് പറയുന്നത്. വിവാഹ അന്തസ്സിൽ പ്രവേശിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങൾ ഏവ? 1. നിയോഗശുദ്ധി. 2. പര്യാപ്തത. 3. സന്മാർഗനിഷ്ഠ. ഇവ ഓരോന്നും എന്ത് ആണ് എന്ന് നമുക്കൊന്ന് വിശദീകരിക്കാം. നിയോഗശുദ്ധി എന്നാൽ പരസ്പരം സ്നേഹത്തിൽ വളരുക, സന്താനങ്ങളെ ജനിപ്പിക്കുക, അവരെ മാനുഷികവും ക്രൈസ്തവവുമായ പക്വതയിലേക്ക് വളർത്തുക എന്ന ലക്ഷ്യമായിരിക്കണം. വിവാഹ അന്തസ്സിൽ പ്രവേശിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ടത് ഈ ഒരു നിയോഗ ശുദ്ധിയാണ്. പണമോ സൗന്ദര്യമോ പ്രതാപമോ മോഹിച്ച് വിവാഹത്തിൽ ഏർപ്പെടാൻ പാടില്ല. പര്യാപ്തത. വിവാഹ ജീവിതത്തിന്റെ കടമകൾ നിർവഹിക്കാൻ ആവശ്യമായ ശാരീരികവും മാനസികവുമായ പര്യാപ്തത വിവാഹാർത്ഥികൾക്ക് കൂടിയേ തീരൂ. 3. സന്മാർഗനിഷ്ഠ. സ്നേഹത്തിലും ഐക്യത്തിലും വിശുദ്ധിയിലും ജീവിക്കുവാനും കുടുംബത്തിനും മറ്റുള്ളവർക്കും വേണ്ടി സേവനമനുഷ്ഠിക്കാനും വൈവാഹിക ചാരിത്രശുദ്ധി പാലിക്കുവാനും വിനയം, അനുസരണം, അനുകമ്പ, ആത്മസംയമനം, ക്ഷമ തുടങ്ങിയ സൽഗുണങ്ങളിൽ വളർന്നു വരുവാനുമുള്ള സന്നദ്ധതയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവാഹബന്ധത്തെ അസാധുവാക്കുന്ന ഘടകങ്ങൾ ഏവ? 1. നിയമപരമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രായപരിധിയിലുള്ള കുറവ്. 2. ലൈംഗിക സംയോഗത്തിനുള്ള ശേഷിക്കുറവ്. 3. നിലനിൽക്കുന്ന മറ്റ് വിവാഹബന്ധം. 4. മാമോദീസ സ്വീകരിക്കാത്ത വ്യക്തിയുമായുള്ള വിവാഹബന്ധം. 5. തിരുപ്പട്ടം സ്വീകരിച്ചവർ. 6. സന്യാസ സമൂഹത്തിൽ പരസ്യ നിത്യ ബ്രഹ്മചാരി വ്രതം സ്വീകരിച്ചവർ. 7. വിവാഹ ഉദ്ദേശത്തോടുകൂടി തട്ടിക്കൊണ്ടുപോയവർ. 8. മറ്റൊരാളെ വിവാഹം ചെയ്യുന്നു എന്ന ഉദ്ദേശത്തോടുകൂടി വിവാഹ പങ്കാളിയുടെ മരണത്തിന് ഇടവരുത്തിയവർ. 9. തായ് പരമ്പരയിലുള്ള രക്തബന്ധം മൂലം മുൻഗാമികളും പിൻഗാമികളും തമ്മിലുള്ള വിവാഹം അസാധുവായിരിക്കും. 10. ചാർച്ചാബന്ധം തായ് പരമ്പരയിൽ ഏത് തലമുറയിലുള്ള വിവാഹത്തെയും ശാഖാപരമ്പരയിൽ 2ാം തലമുറയിലുള്ള വിവാഹത്തെയും അസാധുവാക്കുന്നു. 11. മാമോദിസ വഴി തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയ്ക്കും കുട്ടിയോടും
അവന്റെ അല്ലെങ്കിൽ അവളുടെ മാതാപിതാക്കളോടുമുള്ള ആത്മീയ ബന്ധം വിവാഹത്തിന് തടസ്സമാകുന്നു. 12. ദത്തെടുക്കലിൽ നിന്നുളവാക്കുന്ന നിയമാനുസൃത ബന്ധം. ഈ ഘടകങ്ങളാണ് വിവാഹത്തെ അസാധു ആക്കുന്നത്.